കൊണ്ടുവന്നത്. ഇനി ഇവിടെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ, മുഅ്മിനായവനും ഫാസിഖായവനും ഒരുപോലെയാണോ എന്നാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞേ? പിന്നെ അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ, ലാ യസ്തവൂൻ. പിന്നെ ലാ യസ്തവി അസ്ഹാബുൽ നാരി വ അസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. ലാ യസ്തവി അസ്ഹാബുൻ നാർ, നരകവാസികളും വ അസ്ഹാബുൽ ജന്ന, സ്വർഗവാസികളും തുല്യാകൂല. എന്തേ? അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, അസ്ഹാബുൽ ജന്ന അവരാകുന്നു വിജയം നേടിയവർ. അള്ളാഹു ഇവിടെ ലാ യസ്തവൂൻ വ അമ്മല്ലദീന ആമനു, വാ അല്ലല്ലേ അവിടെ, അമ്മല്ലദീന ആമനു ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. അവിടെ അമ്മല്ലദീന ആമനു വിശ്വസിച്ചവർ, ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ, അവർക്കാകുന്നു ജന്നാത്തുൽ മഅ്വ. എന്താ ഈ ജന്നാത്തുൽ മഅ്വ? ജന്നാത്തുൽ മഅ്വ, ജന്നാത്ത് പറഞ്ഞ തോട്ടങ്ങളാണ്. മഅ്വ എന്ന് പറഞ്ഞാൽ അഭയത്തിനുള്ള, വസിക്കുവാനുള്ള, താമസിക്കുവാനുള്ള സ്വർഗീയ തോട്ടങ്ങൾ അവർക്കാകുന്നു എന്നാണ്. ശരിക്കും തോട്ടങ്ങൾ താമസിക്കാനും പാർക്കാനും പറ്റിയ സ്ഥലങ്ങളല്ല. തോട്ടങ്ങൾ ഉല്ലസിക്കാനുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോവുക, ഉല്ലസിക്കുക, ആഹ്ലാദിക്കുക, ഇതിനാണ് തോട്ടങ്ങൾ. പക്ഷെ സ്വർഗീയ തോട്ടങ്ങളുടെ പ്രത്യേകത അവിടെ ആഹ്ലാദിക്കാം, ഉല്ലസിക്കാം, പാർക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ജന്നാത്തുൽ മഅ്വ എന്ന് പറഞ്ഞത്. നമ്മളിവിടെ തോട്ടങ്ങൾ, പൂന്തോപ്പുകൾ അതൊന്നും എന്തല്ല, താമസിക്കാനും വസിക്കാനുള്ള സ്ഥലങ്ങളല്ല. പ്രത്യുത അത് ഉല്ലസിക്കുവാനും ആഹ്ലാദിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ സ്വർഗീയ തോട്ടങ്ങളുടെ പ്രത്യേകത ആ തോട്ടങ്ങൾ തന്നെ വാസസ്ഥലങ്ങളുമാണ്. തോട്ടങ്ങൾ തന്നെ വാസസ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് വാസസ്ഥലങ്ങളുടെ സ്വർഗീയ തോട്ടങ്ങൾ, അതാണ് അവർക്കുള്ളത്. നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഫാസിഖീങ്ങളെ കുറിച്ച് പറയാണ്. വ അമ്മല്ലദീന ഫസഖു ഫമഅവാഹുമുൻ നാർ കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ വഖീല ലഹും ദൂഖു അദാബൻ നാരി അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. വ അമ്മല്ലദീന ഫസഖു, അമ്മല്ലദീന ആമനു പറഞ്ഞു കഴിഞ്ഞു, വിശ്വസിച്ചവർ, അവർക്ക് എന്ത് എന്നുള്ളത് പറഞ്ഞു. ഇനി ഫാസിഖീങ്ങളെ കുറിച്ച് പറയാണ്. വ അമ്മല്ലദീന ഫസഖു, അതുകൊണ്ട് തന്നെ ഇത് ഇസ്തീനാഫിൻ്റെ വാവാണ്. സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഫാസിഖീങ്ങളെ കുറിച്ച് പറയണം. അത് വേർപ്പെടുത്താനാണ് ഈ വാവ്. അമ്മ അല്ലദീന ഫസഖു, അമ്മ ഷർത്തിയ തഫ്സീലിയാണ്. ഇനി പറയാം, അമ്മ എന്നുള്ളത് തഫ്സീലിയ, അതിന് ഷർത്തിൻ്റെ മാനുണ്ട്. അമ്മല്ലദീന ഫസഖു എന്നാൽ ഫാസിഖീങ്ങളായവർ. ഫസഖ, ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അൽ ഖുറൂജു അൻ തആത്തില്ല എന്നാണ്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ നിന്ന് പുറത്തു ചാടുന്നതിനാണ് എന്ത് പറയാം? ഫിസ്ഖ് എന്ന് പറയാം. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അൽ ഖുറൂജ് അൻ തആത്തില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ നിന്ന് പുറത്തു ചാടുക. വ അമ്മല്ലദീന ഫസഖു, വ അമ്മല്ലദീൻ ഒരു കൂട്ടർ, എന്നാൽ ഒരു കൂട്ടർ, അവരുടെ പ്രത്യേകത ഫസഖു, അവർ ഫാസിഖീങ്ങളായിരിക്കുന്നു, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ഇവിടെ ഉദ്ദേശം കാഫിരീങ്ങളാണ്. കാരണം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ എന്ന് പറഞ്ഞാൽ അഫമൻ കാന മുഅ്മിനൻ കമൻ കാന കാഫിറൻ, മുഅ്മിനും കാഫിറും ഒരുപോലെയാണെന്നാണ്. അവിടെ ഫാസിഖ് എന്നുള്ളത് ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ട് കാഫിർ എന്നുള്ളതാണ്. വ അമ്മല്ലദീന ഫസഖു എന്നാൽ അവിശ്വസിച്ച അധർമ്മകാരികൾ,